കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വന്ന അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം ലഭിച്ചെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ, കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ നിരവധിയായ കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഇന്നലെ സൗത്ത് ദില്ലിയിൽ നടന്ന റോഡ് ഷോയിലും കെജ്രിവാൾ മുഖ്യ സാന്നിധ്യമായിരുന്നു. പഞ്ചാബ്, ഹരിയാന തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചാരണ പരിപാടികളിലും കെജ്രിവാൾ പങ്കെടുത്തേക്കും. സ്വാതി സന്തോഷ് വീണ്ടും ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സ്വാതി, ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ വാക്കുകൾ, പ്രത്യേകിച്ച് രൂക്ഷമായ ഭാഷയിലാണ് മോദിയെ വിമർശിച്ചത്. രാജ്യത്ത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? BJPക്ക് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അമിത്ഷായ്ക്ക് മറുപടി വരെ പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ച് തിരികെ എത്തിയ കെജ്രിവാൾ വലിയ തോതിൽ കരുത്താർജിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഏറ്റവും ശക്തനായ പോരാളിയായി, നെടുംതൂണായി ഇപ്പോൾ പ്രചാരണ രംഗത്ത് സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് തുടർന്നുള്ള പ്രചാരണ രംഗത്തെ പരിപാടികൾ? കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഈ ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിനു ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ. പ്രത്യേകിച്ചും BJPക്ക് അത് വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് മോദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിനെ സംബന്ധിച്ച് ചെറിയൊരു പാർട്ടിയായി നിങ്ങൾ കണക്കാക്കുമായിരിക്കും. പക്ഷേ അതിനെ തകർക്കാൻ ഏത് തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാലും അത് പൂർവാധികം ശക്തിയോടെ വളരുന്ന കാഴ്ചയായിരിക്കും ഇനി മോദി അടക്കമുള്ള നേതാക്കൾ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കെതിരെയുമുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും ഇനി പ്രധാനമന്ത്രിയാകാൻ മോദി ഉണ്ടാകില്ല, ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ഏറ്റവും ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഏറ്റവും കടുത്ത വിമർശനം തന്നെ BJPക്കെതിരെയും മോദിക്കെതിരെയും ഉയർത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ BJPയിലെ ആഭ്യന്തര കലഹത്തിനെ അടക്കം അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നത്തെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ പ്രസംഗത്തിൽ ഉടനീളം സംസാരിച്ചു പോകുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചു. 75 വയസ്സ് കഴിയുന്ന മോദി, അതായത് അടുത്ത വർഷമാകുമ്പോൾ മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. ഈ 75 വയസ്സ് കഴിയുന്ന മോദി എങ്ങനെയാണ് ഇനി പദവിയിൽ തുടരുക? അപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലെ കെജ്രിവാൾ പറഞ്ഞത്. മാത്രമല്ല, ഇനി മോദി വോട്ട് പിടിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാരത്തിൽ വരുമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ UPയിലെ, അതായത് യോഗി ആദിത്യനാഥിനെ വെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് പിടിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നുള്ളത് ഉറപ്പാണ് എന്ന് കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയായിരുന്നു BJPക്ക് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, BJPയിൽ അല്ലെങ്കിൽ മോദി കൊണ്ടുവന്ന ഒരു നിബന്ധനയാണ് 75 വയസ്സ് കഴിഞ്ഞാൽ പദവിയിൽ തുടരാൻ കഴിയില്ല എന്നൊരു നിബന്ധന. ആ ഒരു നിബന്ധന അനുസരിച്ച് തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളെ അടക്കം LK അദ്വാനി, മനോഹർ ലാൽ ജോഷി, സുമിത്ര മഹാജൻ തുടങ്ങിയ നേതാക്കളെ ഒക്കെ വെട്ടിയ ഒരു ചരിത്രം കൂടി BJPക്കുണ്ട്. അത്തരത്തിൽ BJPയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെയൊക്കെ ഇളക്കി വിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ പ്രതികരണം ഉണ്ടായത്. അതിൽ ഉടനടി മറുപടി പറയാൻ തെലങ്കാനയിൽ റാലിക്കിടെ തന്നെ അമിത്ഷാ വാർത്താ സമ്മേളനം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇനി 75 വയസ്സ് കഴിഞ്ഞാലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരും എന്നൊരു മറുപടിയായിരുന്നു അമിത്ഷായെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. അത്തരത്തിൽ ഈ BJPക്ക് വലിയ കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളെ വരെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശം കൂടി കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ
ഒഴിപ്പിക്കാൻ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൗത്ത് ദില്ലിയിലടക്കം നടന്ന പ്രചരണങ്ങളൊക്കെ തന്നെയും അങ്ങനെ തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ട് വരും. ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡ് ഷോയിലടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ 25-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരത്തിൽ കെജ്രിവാളിന്റെ ഒരു സാന്നിധ്യം വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വലിയ മുതൽക്കൂട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ രണ്ടാളും ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും പ്രചരണത്തിന്റെ ഭാഗമായി എത്താൻ പോകുമെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. ഹരിയാനയിലാണ് 14-ാം തീയതി, അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മറ്റന്നാൾ ഹരിയാനയിലായിരിക്കും കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ പോകുന്നത്. എന്തായാലും വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ BJP കേന്ദ്രങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാവ്യ.